ഹായ് ഫ്രണ്ട്സ്, ടൈം ഫെസ്റ്റിവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം നഗരിയിലെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് വിജയദശമി വരെ നീളുന്ന അലങ്കാര കാഴ്ചകൾ, ദീപാലങ്കാര കാഴ്ചകളും അതുപോലെ കുട്ടികൾക്ക് അടിച്ചുപൊളിച്ച് രസിക്കാനുള്ള ഒരുപാട് റൈഡുകൾ അടങ്ങിയ കാർണിവലിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈകുന്നേര സമയങ്ങൾ ആഘോഷഭരിതമാക്കുന്നതിനായി ഈ മനോഹരമായിട്ടുള്ള ദീപാലങ്കാര കാഴ്ചകളൊക്കെ കാണുന്നതിനായിട്ട് നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന നഗരമാണ് പൂജപ്പുര. തിരുവനന്തപുരം നഗരത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ജഗതി, കരമന, മുടവൻമുകൾ, തിരുമല എന്നീ സ്ഥലങ്ങളുടെ സമീപത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നവരാത്രി ആഘോഷവേളയിൽ പൂജ വയ്ക്കുന്ന മണ്ഡപം ഇവിടെയുണ്ട്. അത് കാരണമാണ് ഈ സ്ഥലവും പൂജപ്പുര എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. തിരുവിതാംകൂർ മഹാരാജാവ് പൂജയ്ക്ക് വേണ്ടി മഹാനവമി ആഘോഷത്തിൽ എത്താറുണ്ടായിരുന്ന സ്ഥലമാണിത്. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ കാവടി ഉത്സവം നടക്കുന്നത് ഈ സ്ഥലത്താണ്. വൈകുന്നേരം 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ കാഴ്ചകൾ കാണുന്നതിനായിട്ട് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ പരിസരത്തിലേക്ക് എത്തിയത്. കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഏതൊരാഘോഷമുണ്ടെങ്കിലും അവിടെ തീർച്ചയായിട്ടും എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നല്ല തിരക്ക് തന്നെയായിരുന്നു. കുട്ടികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാല, വള, കമ്മൽ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളൊക്കെ ആ കാഴ്ചയിൽ നമുക്ക് കണ്ടിങ്ങനെ പോകാവുന്നതാണ്. നല്ല തിരക്കുള്ളത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ കൂടുതൽ നേരമൊന്നും നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ റോഡിന് പുറത്തെ കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് മുൻപോട്ട് നടന്നപ്പോഴാണ് കാർണിവൽ നടക്കുന്ന മൈതാനി ശ്രദ്ധയിൽപ്പെട്ടത്. അതിനകത്ത് കുട്ടികൾക്ക് കളിച്ച് രസിക്കാൻ പാകത്തിനുള്ള ഒരുപാട് റൈഡുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. കാർണിവൽ ഒരുക്കിയിട്ടുള്ള മൈതാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂറ്റൻ ജൈന്റ് വീലും അതുപോലെ ഫ്ലൈയിങ് കൊളംബസ് പോലുള്ള റൈഡുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. രുചി വിഭവങ്ങളുടെ തനതായിട്ടുള്ള കൂട്ട് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ട് സംസാരിച്ച് ഞാൻ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. ബാക്കി കാഴ്ചകൾ നമുക്ക് എന്തായാലും നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം. പോയി സന്ദർശിക്കാൻ പറ്റുന്നവർ എന്തായാലും പോയി സന്ദർശിക്കുക. എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു ആഘോഷം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഗീതം ആസ്വദിക്കുന്നവർക്ക് സംഗീതം ആസ്വദിക്കാനും ഒക്കെ ഉള്ള അവസരം അവിടെ ലഭിക്കുന്നതാണ്.